നമസ്കാരം. ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ ഒരു സന്ദേശത്തെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ചില കാര്യങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് ചില പ്രധാന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുകയാണ്. നിങ്ങളുടെ ഹൃദയം വളരെയധികം പ്രയാസങ്ങളാൽ വിഷമതകളാൽ നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിൽ ധനപരമായ പ്രയാസങ്ങൾ ഒരു കാരണമാകാം. കുടുംബപരമായ പ്രശ്നങ്ങളോ രോഗദുരിതങ്ങളോ ജോലിയില്ലാത്തതായ അവസ്ഥയോ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളുമായി ബന്ധപ്പെട്ട് പോലും നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയോ നിരാശ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഭവനമില്ലാത്തതായ സാഹചര്യം പോലും അല്ലെങ്കിൽ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം പോലും നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതായ സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമോ എന്ന കാര്യം ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാം. അത് എപ്രകാരമാണ് ഭഗവാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരിക? ഇത്തരത്തിൽ ഒട്ടേറെ സംശയങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് സാധ്യമാകുന്ന ചില കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരും എന്ന സൂചന തന്നെയാണ്. ഇതും വെറും വാക്കല്ല, നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അനുഭവിച്ചറിയുവാൻ പോകുന്ന സത്യമാണ്. ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സത്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഭഗവാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഭഗവാൻ കൂടെയുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടതായ കാര്യമില്ല എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് സംരക്ഷണം തന്നെയാണ് ഈ സമയം ഭഗവാൻ നൽകുക എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ നിരവധിയാർന്ന അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വാസത്തോടെ തന്നെ കേൾക്കേണ്ടതാണ്. ഈ സമയം നിങ്ങൾ പ്രാർത്ഥന മുടക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത് തുടരുക തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. സ്നേഹത്തോടെ തന്നെ പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നത് വാസ്തവമാണ്. അതിനാൽ നിത്യവും പ്രാർത്ഥന മുടക്കാൻ പാടുള്ളതല്ല. ഈ സമയം ഭഗവാനിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നതിലൂടെ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിയോഗമായി വന്നിരിക്കുന്നതായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയും അതിൽ ഭഗവാൻ കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ സമയം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. അതിനാൽ ഈ സമയം ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഭഗവാന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരേണ്ടതായിട്ടുണ്ട്. എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായാലും ഭഗവാനെ ആരാധിക്കുന്നവരെ ഭഗവാൻ കൈവിടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബാംഗങ്ങളുടെ സമാധാനം, മക്കളുടെ ഭാവി, രോഗശാന്തിക്കായി സാമ്പത്തിക പ്രയാസങ്ങൾ അകലുവാൻ പോലും നിങ്ങൾ ഈ സമയം ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം ഒരുപാട് വ്യക്തികളുണ്ട് എങ്കിലും ആരും നിങ്ങളെ മനസ്സിലാക്കാനില്ല എന്ന തോന്നൽ വല്ലാതെ നിങ്ങളെ ബാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ കൂടുതലായും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ നൽകുന്നതായ സ്നേഹമോ വിലയോ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നില്ല എന്നതാണ്. പലരോടും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായും പലരെയും സ്നേഹിച്ചാൽ പോലും, അവരെ പൂർണ്ണമായും സ്നേഹിച്ചാലും അവരെ കണ്ണടച്ച് വിശ്വസിച്ചാലും അവരിൽ നിന്നും ആത്മാർത്ഥത പലപ്പോഴും തിരികെ ലഭിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇനി ആരെ വിശ്വസിക്കണം, ആരുണ്ട് നിങ്ങൾക്കൊപ്പം എന്നൊരു ചിന്ത പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ പലരെയും വിശ്വസിക്കാൻ പോലും നിങ്ങൾക്കൊരു ഭയമായി തുടങ്ങിയിരിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്.
ചിലരെങ്കിലും നിങ്ങളെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ഒതുങ്ങിയിരിക്കേണ്ട, അല്ലെങ്കിൽ ഇനി അത്തരത്തിൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമുണ്ട് എങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ ധൈര്യത്തോടെ തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പലരും നിങ്ങളെ ഒരു ജാടയുള്ള ഒരു വ്യക്തിയായി കണക്കാക്കുന്ന സാഹചര്യം പോലുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അല്പമൊരു സെൻസിറ്റീവായ വ്യക്തികളാണ്, മനസ്സിന്റെ ഉടമകളാണ് എന്നത് വാസ്തവമാണ്. എന്നാൽ ആരെങ്കിലും നിങ്ങളെ വളരെ വാക്കുകൾ കൊണ്ട് പോലും വേദനിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കത് സഹിക്കാൻ സാധിക്കില്ല. അത് ജീവിതത്തിൽ വളരെ വിഷമകരമായ സാഹചര്യമായി തീരുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ ജീവിതത്തിൽ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ഫലം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഫലം ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. ചിലർ കൂടുതലായും പരിശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അവർ ചെറിയ പരിശ്രമങ്ങളിലൂടെ പോലും വിജയങ്ങൾ നേടുമ്പോൾ എന്തുകൊണ്ട് എനിക്കത് സാധിക്കുന്നില്ല, ഇത്രമേൽ പരിശ്രമിച്ചിട്ടും എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. എന്നാൽ ഈ സമയം തടസ്സങ്ങളുണ്ട് എന്ന ചിന്ത ഉണ്ട് എങ്കിൽ പോലും ധനപരമായ കാര്യങ്ങളിലാണ് എങ്കിലും സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായിട്ടുണ്ട്. കയ്യിൽ പോലും പണം നിൽക്കാത്തതായ, കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. പല കാര്യങ്ങളും ആഗ്രഹിച്ച് നടത്തണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്, അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ അത് നടത്താൻ സാധിക്കാതെ പലപ്പോഴും മാറ്റിവെക്കേണ്ടതായ സാഹചര്യം പോലുമുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ, അത് കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ ആഗ്രഹമാണ് എങ്കിലും അത് നിറവേറ്റുവാനായി സ്വന്തം ആഗ്രഹങ്ങൾ ബലി കഴിപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ മനസ്സിലുള്ളവരാണ് എങ്കിലും ജീവിതത്തിൽ അത് പലപ്പോഴും സ്വീകരിക്കുവാൻ, ആ ആഗ്രഹങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ ഈ സാഹചര്യങ്ങൾ വഴിമാറിപ്പോകും എന്നൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ ബോധ്യം നിങ്ങൾക്കുമുണ്ട്. ഈ സമയം അംഗീകാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വ്യക്തികളെയും വ്യക്തമായി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ വളരെ ശക്തിയുള്ള വ്യക്തികളാണ് എന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിനാൽ എത്ര തന്നെ തകർക്കാൻ ശ്രമിച്ചാലും, ആര് തന്നെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത് എന്ന് കാണുന്നു. തടസ്സപ്പെട്ടു എന്നതിനാൽ അത് ഇനി നടക്കില്ല എന്നല്ല അർത്ഥം. തീർച്ചയായും പതിയെയാണ് എങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആഗ്രഹങ്ങളുള്ള നിങ്ങൾക്ക് വളരെ കാത്തിരിക്കുന്നതായ ചില വാർത്തകൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. മനസ്സിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നതായ ആത്മവിശ്വാസം തിരികെ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ചില അപ്രതീക്ഷിത ശുഭവാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുവാൻ സാധിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. അത് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം. പഴയ കാര്യങ്ങളിലേക്ക് മനസ്സ് പോകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ചിലത് ചിരിച്ചുകൊണ്ട് ഓർക്കുന്നു എങ്കിൽ ചിലത് വല്ല വിഷമത്തോടെയാണ് നിങ്ങൾ ഓർക്കുന്നത് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളെ വളരെയധികം വാക്കുകൾ കൊണ്ട് ചില വ്യക്തികൾ വേദനിപ്പിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. എന്തു തന്നെയാണ് എങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പുറമെ കാണിച്ചാൽ പോലും നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ അതൊരു വേദനയായി നിലനിൽക്കുന്നു. അത്തരം പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സാധാരണ വ്യക്തികളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പലപ്പോഴും വിഷമതകൾ ബാധിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. സ്നേഹത്തോടെ സംസാരിച്ചാൽ ആ വ്യക്തികളെ നിങ്ങൾ ഓർക്കുന്നവർ തന്നെയാണ്. അത്തരം വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പിന്തുണകൾ നൽകി സ്നേഹത്തോടെ സംസാരിക്കുവാൻ സാധിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നൊരു ആശ്വാസം നിങ്ങൾക്ക് ഈ സമയമുണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യം നൽകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ബന്ധങ്ങൾ അത് വെറും ഒരു വാക്കല്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്.
ഓരോ ശ്വാസത്തിലും കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുന്നവരും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. അവരുടെ സന്തോഷത്തിന് എപ്പോഴും പ്രാധാന്യം നൽകുകയും അവർക്ക് വിഷമങ്ങൾ നൽകാതിരിക്കുവാൻ പലപ്പോഴും സ്വന്തം വികാരങ്ങൾ പോലും മാറ്റി നിർത്തുന്ന വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. പലപ്പോഴും നിങ്ങൾ വളരെ കാമായി ചിരിച്ചു നിൽക്കുന്ന വ്യക്തികളായി തോന്നും എങ്കിലും ആ ചിരിയുടെ പിന്നിൽ വളരെയധികം പ്രയാസങ്ങളും ദുരിതപൂർണമായ അവസ്ഥകളും ദുഃഖങ്ങളും നിറഞ്ഞു നിൽക്കുന്നു എന്നത് പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. കാരണം പല കാര്യങ്ങൾ സംഭവിച്ചിട്ടും നിങ്ങൾക്ക് ഇളക്കം തട്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം. മറ്റുള്ളവരോട് സ്വന്തം വേദന പറയുവാൻ ഒരു താല്പര്യക്കുറവുള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. അത് എൻ്റെ ജീവിതത്തിലെ വിധിയാണ് എന്ന് കരുതി പല കാര്യങ്ങളിലും സമാധാനിക്കുന്ന വ്യക്തികൾ കൂടി, സമാധാനിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ഉപബോധ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് കഴിയും, എനിക്കത് ചെയ്യാൻ സാധിക്കും എന്നൊരു ചിന്ത നിങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാണ്. ആ വിശ്വാസം ദിവസവും നിങ്ങൾ വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ തന്നെ അത് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന പല കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. തീർച്ചയായും നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുകയും പോസിറ്റീവായ ഊർജത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് ഒരു പരിധിവരെയെങ്കിലും അവസാനം സംഭവിക്കുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾ പുതിയൊരു അധ്യായം അല്ലെങ്കിൽ പുതിയൊരു അവസരത്തിന് മുൻപിൽ നിൽക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾ തയ്യാറാകേണ്ടതാണ്. പല കാര്യങ്ങളിലും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് ഭയം എന്ന വികാരം തന്നെയാണ്. ഇത്തരത്തിൽ ചില കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ, അതായത് ശുഭകാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ ഭയം, അത് ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയും നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ അത് സന്തോഷമാണ് എങ്കിലും മറ്റ് അനുകൂല കാര്യങ്ങളാണ് എങ്കിലും ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാകുന്നു. പലർക്കും നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നിലപാടുകളും ചിന്തകളും ആശങ്കകളും പലപ്പോഴും പലർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള ചിന്ത അനിവാര്യമാണ് എന്ന ബോധ്യം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ജീവിതത്തിൽ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാ വശങ്ങളും ചിന്തിക്കേണ്ടതിന്റെ അനിവാര്യത ജീവിതത്തിൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. അത് ഭാവിയിലാണ് എങ്കിലും നിങ്ങൾക്ക് ഗുണകരമായി തീരും. നിങ്ങൾക്ക് പലവിധ ബലഹീനതകളുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം ഭഗവാൻ തന്നെ അതെല്ലാം മനസ്സിലാക്കി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന സാഹചര്യം വന്നു ചേരും. പല കാര്യങ്ങളെക്കുറിച്ചും അധികമായി ചിന്തിക്കുന്നത് പല വിധത്തിലും ആശയക്കുഴപ്പങ്ങൾക്ക് വഴിയൊരുക്കും. അതിനാൽ അമിതമായ ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ അതേക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി ചിന്തിക്കേണ്ടതാണ്. കാരണം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന അവസരങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ സമയം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന ബോധ്യവും നിങ്ങളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തുറന്ന് പറയുന്ന വ്യക്തികളല്ല എന്നത് വാസ്തവമാണ്. മറ്റുള്ളവരെ ഭയപ്പെടുത്തേണ്ട എന്ന രീതിയിൽ ചില ഭയങ്ങളും ആശങ്കകളും അത് നിങ്ങൾക്കുള്ളിൽ നിലനിർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ. ഒന്നുമില്ലാത്തതുപോലെ കുടുംബത്തിനോ വേണ്ടപ്പെട്ടവർക്കോ ഒരു സംരക്ഷണമായി നിങ്ങൾ നിലകൊള്ളുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ചില കാര്യങ്ങളിൽ അനിശ്ചിതത്വം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നിങ്ങളെ വല്ലാതെ ചിന്തിപ്പിക്കുന്നു എന്നത് വാസ്തവമാണ്. അത് ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ പിന്നോട്ടടിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട തുടക്കം അല്ലെങ്കിൽ വലിയൊരു മാറ്റം
ആരംഭിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവാക്കല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ തന്നെയാണ് ഇനി ജീവിതത്തിലേക്ക് വന്നു ചേരാനായി പോകുന്നത്. അത് തൊഴിലുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും, നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളാണ് എങ്കിലും, നിങ്ങൾക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമാവുക അല്ലെങ്കിൽ സഫലമാകാൻ പോകുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന പല പ്രയാസങ്ങൾക്കും അതൊരു പരിഹാരമായി തീരുകയും ചെയ്യാം. ചില ശ്രമങ്ങൾ നടത്തി അതിൽ പരാജയപ്പെടുന്നു എങ്കിൽ ആ തടസ്സങ്ങളാണ് ഈ സമയം നിങ്ങളിൽ നിന്നും ഒരു പരിധി വരെ ഒഴിവാക്കുക. പലവട്ടം പല കാര്യങ്ങൾക്കായും പ്രവൃത്തികൾ ചെയ്തു എങ്കിലും പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്നത് വാസ്തവമാണ്. അവിടെ ഒരു മാറ്റം സംഭവിക്കുകയാണ്. ഈ സമയം പല ആശങ്കകളും പരിഹരിക്കുന്നതിനുള്ള അവസരങ്ങൾ, നല്ലൊരു മുന്നേറ്റം തന്നെ കാഴ്ചവയ്ക്കുവാനുള്ള സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായി നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പല വിഷമതകളുമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തുവാനും, അത് ആരോഗ്യത്തിലാണ് എങ്കിലും മറ്റു കാര്യങ്ങളിലാണ് എങ്കിലും പുരോഗതി ദൃശ്യമാകുന്നതിന് സാധ്യമാകുന്നു എന്നതാണ് വാസ്തവം. അർഹിക്കുന്നതായ വിശ്രമം പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. ഈ സമയം പല കാര്യങ്ങളും, അതായത് പല വിഷമതകളും പല ആശങ്കകളും നിങ്ങളുടെ ശരീരത്തിൽ പോലും പ്രതിഫലിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായ കാര്യങ്ങളിലൊന്ന്, നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് പലപ്പോഴും നിങ്ങൾക്ക് എതിരാകുന്നത്. അല്ലെങ്കിൽ ഭാവിയെ നിർണ്ണയിക്കേണ്ട ചില കാര്യങ്ങളിൽ തെറ്റായ ചിന്തകൾ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ഭയവും ആശങ്കകളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ശാന്തത നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് ആശങ്കകൾ കുറയ്ക്കുവാനും ഈ സമയം നിങ്ങളിലേക്ക് ചില ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. തീർച്ചയായും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുക ഭഗവാന്റെ ആശ്രയം തന്നെയാണ്. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിന് വിശ്വാസം നൽകുന്ന പ്രവൃത്തികൾ കൂടുതലായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഒരു പുതിയ അനുഭവം തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുക. ഈ സമയം ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ഓം നമഃ ശിവായ എന്നോ മറ്റു നാമങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളോ ആശങ്കകളോ ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്ന് ആഗ്രഹിക്കുന്ന ആശങ്കകളോ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാന് മുൻപിൽ ഈ സമയം നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്നതിനാൽ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയാണ് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. വിശ്വാസത്തോടെ തന്നെ ഭഗവാനെ ഒരു നിമിഷം വന്ദിക്കൂ.